Rosemary Anthony, consultant psychologist. Suicide rate is 3.7 is more in men than women. 6 ദശലക്ഷം പുരുഷന്മാർക്ക് ഡിപ്രഷനിലൂടെയാണ് എന്നുള്ളതാണ് US സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടിട്ടാണ് പുരുഷന്മാർക്ക് ഇത്ര മാനസിക പ്രശ്നം? ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം പ്രഷർ ഓഫ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ വിചാരിക്കുന്നത് പുരുഷന്മാർ ജനിച്ച അന്നു മുതൽ അവരോട് പറയുന്നത് നിങ്ങളാണ് കുടുംബനാഥൻ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇന്നതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അവരായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സൊസൈറ്റിയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൊടുക്കുന്ന ഒരു അൺവാണ്ടഡ് പ്രഷർ അവർക്കുള്ളതാണ്. സോ വൺ റീസൺ ഇസ് പ്രഷർ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സ്റ്റിഗ്മ. നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ വീടുകളിലുമായിട്ട് പുരുഷന്മാർക്ക് നമ്മൾ പറഞ്ഞോ പറയാതെയായി അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്ന്, പുരുഷന്മാർ കരയാൻ പാടില്ല, എല്ലാ പ്രശ്നങ്ങളെയും നട്ടലോടുകൂടി നേരിടണം, എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഡോമിനൻസി കൊണ്ടുവരണം, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന ചില നിയമങ്ങളാണ് അവരെ ഉള്ളിലേക്ക് വലിയാനും അവരുടെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കാനും ശ്രമിക്കുന്നത്. ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. മൂന്നാമതായിട്ടുള്ളത് ഇന്നബിലിറ്റി ടു ആസ്ക് ഹെൽപ്പാണ്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും മറ്റൊരാളോട് ഒരു പ്രശ്നം തുറന്നു പറയാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനോ അവർക്ക് സ്വാഭാവികമായിട്ടും മടിയുണ്ടാകും. അതൊരു പേഴ്സണൽ തെറപ്പിയിൽ പോകാനാണെങ്കിലും കൗൺസിലിങ്ങിന് പോകാനാണെങ്കിലും അവരുടെ പാരൻസിനോട് പോലും ആണെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോഴും ഫാമിലി ഇഷ്യൂസ് വരുമ്പോഴും അവർ സ്വയം ഉള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം കാരണം നമ്മുടെ ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മകൾ കൊണ്ടിട്ടാണ്. ഇതിൻ്റെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റും. എന്തെല്ലാമാണ് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, മെൻ ക്യാൻ ഓൾസോ ക്രൈ. അവർക്കും കരയാം. രണ്ടാമതായിട്ട്, മെൻ ക്യാൻ ഓൾസോ ആസ്ക് ഹെൽപ്പ്. അവർക്കും ഏതൊരു ആവശ്യം വരുമ്പോൾ മറ്റൊരാളെ സഹായം ചോദിക്കാനായിട്ടുള്ള ഏതൊരു ജെൻഡറിനെയും പോലെ തന്നെ അവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 3, റെസ്പോൺസിബിലിറ്റി. ഒരു പുരുഷന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒരു പുരുഷന് മാത്രം അടിച്ചേൽപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി അല്ല. അത് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നാലാമതായിട്ടുള്ള മെൻ ക്യാൻ ഹാവ് മെന്റൽ ട്രോമാസ്. പുരുഷന്മാർക്കും ആൻസൈറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം, കോംപ്ലക്സുകൾ ഉണ്ടാവാം, പാനിക് അറ്റാക്ക് ഉണ്ടാവും. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മളും തിരിച്ചറിയുക, അവരും തിരിച്ചറിയുക. അഞ്ചാമതായിട്ട് വരുന്നത് മെൻ ക്യാൻ ഓൾസോ സീക്ക് തെറപ്പീസ്. അവർക്കൊരു സൈക്കോതെറപ്പിയിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിനോട് പോകുന്നതിലൂടെയോ അതൊരു തെറ്റല്ല എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ടായിരിക്കണം, നമുക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്താഗതി മാറ്റുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയും മാറും, അവരോടുള്ള കാഴ്ചപ്പാടുകളും മാറും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ടിട്ട് നമ്മുടെ വീടുകളിലുള്ള പുരുഷന്മാരോട് ചോദിച്ചുകൂടാ? അച്ഛനോടും സഹോദരങ്ങളോടും അല്ലെങ്കിൽ മറ്റ് ആൺ സുഹൃത്തുക്കളോടും നമുക്ക് ചോദിക്കാം, അവർ ഓക്കെ ആണോ? അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പിയാണോ? ഒരു തുറന്നു പറച്ചിലിൽ ചിലപ്പോൾ അവരും മനസ്സ് തുറന്നേക്കാം. നന്ദി, നമസ്കാരം.